സ്റ്റാറിനെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ടുള്ള ടൈമാണ്. യെസ്, മറ്റാരും അല്ല, ദി വെരി സ്റ്റണ്ണിംഗ്, ദി ഗോർജിയസ് ആൻഡ് ദി സൂപ്പർ ടാലന്റഡ് അനശ്വര രാജൻ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ല കയ്യടികൾ സമ്മാനിച്ചുകൊണ്ട് ഈ ഒരു സ്റ്റേജിലേക്ക്, ഈ ഒരു വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അനശ്വര, ഹായ്, ഹാപ്പി വിഷു ഫസ്റ്റ് ഓഫ് ഓൾ. യെസ്, സോ ഈ ഒരു മൊമെന്റിൽ നമ്മുടെ നാട്ടുകാരോട് എന്താണ് അനശ്വരയ്ക്ക് പറയാനായിട്ടുള്ളതെന്നൊന്ന് കേൾക്കാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ വിശുദ്ധനാശംസകൾ. അപ്പോൾ എന്നോട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, അനശ്വര നീ ജ്വല്ലറി തുടങ്ങിയോ, എന്താ പറയാന്ന് വെച്ചിട്ട് കുറേ പേര് വിളിച്ചു ചോദിച്ചു. പക്ഷേ എനിക്ക് പറയാനുള്ളത് അനശ്വര ജ്വല്ലേഴ്സ് എൻ്റെ ജ്വല്ലറി അല്ല. അപ്പോൾ പക്ഷേ ഇതേ ഒരു ജ്വല്ലറിയുടെ ഇനാഗുറേഷന് ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊരു പ്യുവർലി ഒരു കോയിൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ ഒരു ദിനത്തിൽ അനശ്വര ജ്വല്ലേഴ്സിൻ്റെ ഇനാഗുറേഷന് ഇവിടെ എത്താൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ ഒരു ദിനത്തിൽ ഇവിടെ വന്നെത്തിയ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷം. അപ്പം ഹാപ്പി വിഷു. താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു വെരി മച്ച് അനശ്വര. ആൻഡ് അടുത്തത് നമുക്ക് നമ്മുടെ വെരി റെസ്പെക്റ്റഡ് MP ഹൈബി ഈഡൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ടു ഡെലിവർ എ ഫ്യൂ വേർഡ്സ്. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ല കൈയടികൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം, എല്ലാവർക്കും വിഷുവിൻ്റെ നന്മ നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഇവിടെ ഒരുപാട് പ്രഗത്ഭരും പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗം നടത്തുന്നില്ല. ഇവിടെ രാജേട്ടൻ സൂചിപ്പിച്ചു, ഞാനിവിടെ വരാനുള്ള കാരണം ഒരു ദിവസം രാവിലെ 2 പേര് എൻ്റെ വീട്ടിലേക്ക് വന്നു. 2 പേര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും സുപരിചിതരായ 2 പേരാണ്, മറ്റാരുമല്ല. ഒന്ന് അനുരാജും ഒന്ന് പ്രീനയും. 2 പേരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആളുകളാണ് അവരുടെ വീഡിയോസിലൂടെ. അപ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അച്ഛന്മാരെക്കാൾ പ്രശസ്തരായ മക്കളുണ്ടാകുന്ന കാലഘട്ടമാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് പ്രീനു പറഞ്ഞത്, പ്രീനുവിൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത്. അച്ഛൻ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച്, എനിക്ക് അദ്ദേഹത്തോടൊപ്പം വളരെ മുതിർന്ന ഒരു പൊതുപ്രവർത്തകനാണ്, CK സദാശിവൻ, കായംകുളം MLA ആയിരുന്നു. അദ്ദേഹവും ഞാനും 2016 ഒരുമിച്ച് 2011-ലും 2016-ലും ഒരുമിച്ച് MLA-മാരായിരുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യവും കൂടി എനിക്ക് കിട്ടി. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എല്ലാം പരിചിതമായ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അനശ്വര ജ്വല്ലേഴ്സ്. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിന് വലിയ അഭിമാനമായ, മലയാള സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു താരമാണ്, അതും അനശ്വരയാണ്. 916 അനശ്വര ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ അനശ്വരമാരും ജ്വല്ലറിയുടെ ആളുകളും എല്ലാവരും ഇത് അടൂര് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഗുഡ്വില്ലുള്ള റെപ്യൂട്ടേഷനുള്ള ഒരു സ്ഥാപനമാണ്. അത് കൊച്ചിയിലേക്ക് വന്നു. ഞങ്ങൾ കൊച്ചിക്കാരെല്ലാവരെയും സ്വീകരിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് വാണിജ്യ തലസ്ഥാനമായതുകൊണ്ട് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും എല്ലാം. അത് ഈ സ്പോട്ട് എന്ന് പറയുന്നത് ജുവൽ ജംഗ്ഷൻ്റെ തൊട്ട് പിന്നിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സക്സസ്ഫുള്ളായ ഇവൻ്റായി മാറും. ഒരു ഓൺടർപ്രണർ ആയി ഇവർ വളരട്ടെ. ഇനിയും ഒരുപാട് സ്വാധീനം പല മേഖലകളിലും ചെലുത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. യെസ്, സോ താങ്ക് യു സോ മച്ച് ഹൈബി സർ, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ഈ ഒരു മനോഹരമായ ചടങ്ങിൽ